ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഷഷ്ടിയാണ് വരാൻ പോകുന്നത്, മിഥുന മാസത്തിലെ ഷഷ്ടി. ഈ മിഥുന മാസത്തിലെ ഷഷ്ടിക്ക് ധാരാളം പ്രത്യേകതകളുണ്ട്. നമുക്ക് ആദ്യമായിട്ട് എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നും അതുപോലെ തന്നെ ഷഷ്ടി തിഥി എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് നോക്കാം. ഷഷ്ടി തിഥി ആരംഭിക്കുന്നത് 2026 ജൂൺ മാസം 19 തീയതി വൈകുന്നേരം 4:59 മുതൽ 20 തീയതി 3:46 വൈകുന്നേരം 3:46 വരെയാണ്. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠ മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ടിയായി നമ്മൾ ആചരിക്കുന്നത്, മിഥുന മാസത്തിലെ ഷഷ്ടിയായി നമ്മൾ ആചരിക്കുന്നത് ജൂൺ മാസം 20 തീയതിയാണ്. ഒറീസയിലും ബംഗാളിലുമൊക്കെ തന്നെ ഈ ഷഷ്ടി വളരെ വിശേഷപ്പെട്ട രീതിയിലാണ് ആഘോഷിക്കുന്നത്. അവര് ഈ ഷഷ്ടിക്ക് ജാമൈ ഷഷ്ടി എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ കാരണം പെൺകുട്ടികൾ ഉള്ള അമ്മമാര്, അതായത് പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടുള്ള അമ്മമാര്, ആ പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരെ, അതായത് തൻ്റെ മരുമക്കളെ, അതായത് പെൺകുട്ടികളുടെ ഭർത്താക്കന്മാരെ അവരുടെ അമ്മായിയമ്മയുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയിട്ട് അവർക്ക് വേണ്ട ആദരവുകളൊക്കെ കൊടുക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഈ ജാമൈ ഷഷ്ടി. അന്ന് മരുമക്കളെ പൂജിക്കും, അവർക്ക് മധുരപലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും, അവരുടെ കയ്യിൽ മഞ്ഞനൂൽ കെട്ടും. അങ്ങനെ ഒരു വിശേഷപ്പെട്ട ചടങ്ങാണ് ഈ ദിവസം അവർ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പെൺമക്കളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ പെൺമക്കൾ നന്നായി ജീവിക്കുന്നതിന് വേണ്ടിയിട്ടും മരുമക്കൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും. കാരണം മരുമക്കൾക്ക് ഐശ്വര്യം ഉണ്ടായാൽ മാത്രമേ അവരുടെ പെൺകുട്ടികൾക്കും ആ ഐശ്വര്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന ചിന്തയിലാണ് ആ അമ്മമാര് അങ്ങനെ ചെയ്യുന്നത്. ഇതൊക്കെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്ന, സ്നേഹം ഊട്ടി ഉറപ്പിക്കുന്ന ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ചടങ്ങുകളും ആചാരങ്ങളുമൊക്കെ പുതുമയുള്ളതാണ്. നമുക്കിങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ആചാരങ്ങളൊക്കെ വളരെ ധാരാളമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ദിവസം മരുമകനും മകളും ഒക്കെ വീട്ടിലേക്ക് വരും. എന്നിട്ട് അവർക്ക് വേണ്ട പൂജകളൊക്കെ ചെയ്യും, മരുമകന് വേണ്ട പൂജകളൊക്കെ ചെയ്യും. മരുമകന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ അമ്മായിയമ്മ മരുമകന് കയ്യിൽ മഞ്ഞ നൂല് കെട്ടിക്കൊടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. എന്തു തന്നെ ആയാലും ആ ദിവസം വളരെ പ്രാധാന്യമുള്ളതായി നമ്മൾ മനസ്സിലാക്കണം. ഷഷ്ടി സ്വാഭാവികമായും പലപ്പോഴും നമ്മൾ ആചരിക്കുന്നത് നമ്മുടെ മക്കളുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെ? മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഷഷ്ടി ആഘോഷിക്കുന്നത്, ആചരിക്കുന്നത്. എങ്ങനെയാണ് അത് മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നത്? നമ്മൾ ഷഷ്ടി എടുത്താൽ എങ്ങനെ മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാകും എന്നുള്ള കാര്യവും നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി പറയാം. ഷഷ്ടിയുടെ ദേവൻ എന്ന് പറയുന്നത് വേലായുധ സ്വാമിയാണ്. അതുകൊണ്ട് തന്നെ വേലായുധ സ്വാമിയുടെ പ്രത്യേകത എന്താണ്? മഹാജ്യോതിഷിയാണ്, ചൊവ്വാഗ്രഹത്തിന്റെ അധിപനാണ്. നമ്മുടെ മുൻജന്മ ദോഷങ്ങൾ, കർമ്മദോഷങ്ങൾ, ഈ ജന്മത്തിലെ ദോഷങ്ങൾ, ജാതക ദോഷങ്ങൾ, നമ്മുടെ കുടുംബ ദോഷങ്ങൾ, കുടുംബത്തിലുള്ള മറ്റാളുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ, അങ്ങനെ എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും മാറ്റാൻ സാധിക്കുന്ന ദേവനാണ് വേലായുധ സ്വാമി. എന്തിനു പറയുന്നു? തലയിലെഴുത്ത് പോലും മാറ്റി എഴുതാൻ സാധിക്കുന്ന സ്വാമിയാണ് മുരുകൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ കാലക്കേടുകൾ, നമ്മുടെ ദോഷങ്ങൾ, നമ്മുടെ കുടുംബദോഷങ്ങൾ മാറുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മക്കൾക്ക് ഐശ്വര്യം ഉണ്ടാവുക തന്നെ ചെയ്യും. നമ്മളൊരു ഭാഗ്യദോഷിയാണ്. നമുക്ക് വലിയ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ദോഷം നമ്മുടെ മക്കൾക്കും ഉണ്ടാകും. കാരണം മക്കള് ഒരു ദുരിതത്തിൽ കിടക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ വേദന ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു വേദന നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാകണം. ആ ദോഷങ്ങൾ മാറുമ്പോൾ നമ്മുടെ മക്കൾ നന്നായി ജീവിക്കുകയും അത് കാണുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാവുകയും ചെയ്യുന്നു.
അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഷഷ്ഠിവ്രതം എടുക്കുന്നത്. ഈ ദോഷങ്ങളെല്ലാം നമ്മുടെ ദോഷങ്ങളാണ് മാറുന്നത്. ശരിക്കും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഷഷ്ഠിവ്രതം എടുക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങളാണ് മാറുന്നത്. നമ്മുടെ ദോഷങ്ങൾ മാറുമ്പോൾ അത് നമ്മുടെ മക്കൾക്ക് ഐശ്വര്യമുണ്ടാകുന്നു, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടാകുന്നു. ഭാഗ്യദോഷം പിടിച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദോഷമുള്ള സമയത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന പോലും ഭഗവാൻ കേട്ടു എന്ന് വരില്ല. കാരണം അത്രയ്ക്ക് കഠിനമായ ദോഷ സ്ഥിതിയിലായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. ആ ദോഷങ്ങൾ മാറണം. ആ ദോഷങ്ങൾ മാറുമ്പോഴാണ് നമുക്ക് നല്ല കാലം ഉണ്ടാകുന്നത്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാകുന്നത്. അതിനുവേണ്ടി നിരന്തരം നാമം ജപിക്കുക, ഇതുപോലുള്ള വ്രതങ്ങൾ എടുക്കുക, അത് മാത്രമേ ഉള്ളൂ പോംവഴി. മറ്റൊന്നും പോംവഴിയായിട്ടില്ല. നിരന്തരം നാമം ജപിക്കുക, പുണ്യകർമ്മങ്ങളിൽ ഏർപ്പെടുക, നന്മ ചെയ്യുക, വ്രതങ്ങൾ അനുഷ്ഠിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരാൻ ഇരിക്കുന്ന എല്ലാ വിധത്തിലുള്ള ദോഷങ്ങളും അകലുകയും നമുക്ക് നന്മയുണ്ടാവുകയും ചെയ്യും. പുണ്യം ചെയ്യുക, പുണ്യം ആർജിക്കുക. ഈ പുണ്യം ആർജിക്കുന്നത് ആത്മാവിന് കൂടി വേണ്ടിയിട്ടാണ്. കാരണം ഈ പുണ്യം കൊണ്ട് മാത്രമാണ് ആത്മാവ് തിരിച്ചു പോകുന്നത്. അല്ലാതെ നമ്മൾ ഉണ്ടാക്കി വെച്ച സമ്പത്തോ, നമ്മുടെ മക്കളെയോ, ഭർത്താവിനെയോ, അച്ഛനെയോ അമ്മയോ, നമ്മുടെ വീടോ, ഇതൊന്നും നമ്മൾ മരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല. പക്ഷേ ഒരേ ഒരു കാര്യം നമ്മൾ മരിച്ചു പോകുമ്പോൾ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്താണ്? ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത പുണ്യവും പാപവും അത് കൊണ്ടുപോകും. അത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഇനി എങ്ങനെ, ഇനി എവിടെ ജനിക്കണം, ആരായി ജനിക്കണം, എന്തായി ജനിക്കണം. ആ തീരുമാനങ്ങളൊക്കെ മരിച്ചു കഴിയുമ്പം നമ്മൾ കൊണ്ടുപോകുന്ന നമ്മുടെ പുണ്യങ്ങളും പാപങ്ങളും തീരുമാനിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി പുണ്യമാർജിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഷഷ്ഠിവ്രതം നമ്മൾ അന്നേ ദിവസം 20-ാം തീയതി എടുക്കുക. ഒരിക്കലുണ്ട് ഷഷ്ഠി എടുക്കുന്ന ആളുകളുണ്ട്, പൂർണ്ണമായി ഉപവസിച്ചെടുക്കുന്ന ആളുകളുണ്ട്, പാലും പഴങ്ങളും കഴിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. എങ്ങനെയാണോ നമ്മുടെ ശീലം അതനുസരിച്ചിട്ട് ചെയ്യുക. ഷഷ്ഠിവ്രതം എടുക്കുക, വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുക, ഭഗവാന് മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുക, മഞ്ഞപ്പൂക്കൾ കൊണ്ടുള്ള മാല സമർപ്പിക്കുക, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക, നെയ്വിളക്ക് തെളിയിക്കുക. അഭിഷേകപ്രിയനാണ്, യഥാശക്തി ദ്രവ്യം കൊണ്ട് ഭഗവാന് അഭിഷേകം നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വേലായുധ സ്വാമിയെ പ്രാർത്ഥിക്കുക. ഓം ശരവണ ഭവായ നമ എന്ന് നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കുക. മക്കളുടെ ഐശ്വര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, ദോഷങ്ങൾ മാറാനായി പ്രാർത്ഥിക്കുക. മരുമക്കളെയൊക്കെ വിളിച്ച് അന്നത്തെ ദിവസം അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന വാക്കുകളൊക്കെ പറയുക. അങ്ങനെ ആ ദിവസം മരുമക്കൾക്കും മക്കൾക്കും വേണ്ടി മാറ്റിവെച്ച് കഴിയുമെങ്കിൽ അവരെ വീട്ടിലേക്ക് വിളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയിട്ട് അവരെ ഒന്ന് സന്തോഷിപ്പിക്കുകയോ ഒക്കെ ചെയ്യുക. കാരണം പലപ്പോഴും നമ്മുടെ ചെറിയ ഒരു വാക്ക് പോലും പല ജീവിതങ്ങളിലും ബുദ്ധിമുട്ടുണ്ടാക്കും, വിള്ളലുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ഓരോ വാക്കുകളും നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ നമ്മുടെ പ്രവൃത്തിയാണെങ്കിൽ പോലും മറ്റൊരാൾക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള പ്രവൃത്തികളും കഴിയുന്നതും നമ്മൾ ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠം. അപ്പൊ ഈ ദിവസത്തെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മരുമക്കൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിലും അവർക്ക് ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിലും ഒക്കെ തന്നെ എല്ലാ അമ്മായിയമ്മമാരും ഏർപ്പെടുക. എല്ലാ അമ്മമാരുടെയും ദിവസമാണ്. നിങ്ങളുടെ മരുമക്കൾക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് വേണ്ടിയിട്ട് പൂജകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അവരെ സന്തോഷിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. ആ അവസരം പരമാവധി ഉപയോഗിക്കുക, പ്രാർത്ഥിക്കുക, നാമം ജപിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.